ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് പനിക്കൂർക്ക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് പനിക്കൂർക്ക. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾക്കും ഒരു പരിധിവരെ ഇത് പരിഹാരമാകുന്നത്. പനിക്കൂർക്കകൾ തന്നെ വിവിധ തരത്തിലുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് പനിക്കൂർക്കയും ചുമക്കൂർക്കയുമാണ്. ദഹന പ്രശ്നമുള്ളവർക്കും വയറുവേദന, ഛർദി, തലവേദന എന്നിവയുള്ളവർക്കും ത്വക്കിനുണ്ടാകുന്ന രോഗങ്ങൾക്കും ചൊറിച്ചിൽ, നീര് എന്നിവയ്ക്കെല്ലാം പനിക്കൂർക്കയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ജലദോഷവും പനിയും ഉണ്ടാകുമ്പോൾ പനിക്കൂർക്കയുടെ ഇല വാട്ടി പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് ചെറുതേനും കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. പനിക്കൂർക്കയുടെ നീര് 1 ടീസ്പൂൺ ആഴ്ചയിൽ 1 ദിവസം കഴിക്കുന്നതും പനിക്കൂർക്കയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മൂക്കടപ്പും കഫക്കെട്ടുമുള്ള കുട്ടികൾക്ക് പനിക്കൂർക്കയുടെ നീര് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊന്ന് ഉരച്ചതിന് ശേഷം മണപ്പിക്കുന്നതും നല്ലതാണ്. ദഹനക്കുറവ്, വയറിലെ ഗ്യാസ്, വയറുവേദന, വയറ്റിന്ന് പോവൽ എന്നിങ്ങനെ തുടർച്ചയായിട്ടുള്ളവർക്ക് ഒരു 3 ടീസ്പൂൺ പനിക്കൂർക്കയുടെ നീരും ചെറുതേനും മിക്സ് ചെയ്തിട്ട് 3 നേരമായി കഴിക്കുക. കുട്ടികൾക്ക് പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ ജലദോഷവും പനിയുമൊക്കെ വരുന്നത് വളരെ കുറയുന്നതാണ്. ആസ്മ, ശ്വാസം മുട്ടൽ എന്നിങ്ങനെയുള്ളവർക്കും പനിക്കൂർക്കയുടെ നീര് കൽക്കണ്ടവുമായി ചേർത്ത് 3 ടീസ്പൂൺ 3 നേരം കഴിക്കുന്നത് നല്ലതാണ്. സന്ധികൾക്ക് വേദന, നീരുണ്ടാകുക, നടക്കാൻ ബുദ്ധിമുട്ട്, മസിൽ പിടിച്ചിൽ എന്നിവയ്ക്കെല്ലാം പനിക്കൂർക്കയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ്. താരനുള്ളവർക്ക് പനിക്കൂർക്കയുടെ ഇല അരച്ച് പുരട്ടുന്നതും പനിക്കൂർക്കയുടെ ഇലയിട്ട് എണ്ണ കാച്ചി തേക്കുന്നതും നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് പനിക്കൂർക്കയും തുളസി ഇലയും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. 3 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് മൂക്കടപ്പും ജലദോഷവും വന്നാൽ മരുന്ന് കൊടുക്കാൻ പേടിയുണ്ടെങ്കിൽ 3 അല്ലി വെളുത്തുള്ളിയും 2 പനിക്കൂർക്കയുടെ ഇലയും കൂടി ചതച്ചിട്ട് കുട്ടി കിടക്കുന്നതിൻ്റെ അടുത്ത് വയ്ക്കുക. ഇതിൻ്റെ സ്മെല്ല് കാരണം മൂക്കടഞ്ഞത് തുറന്നു വരും. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ്. പനിക്കൂർക്ക കഴിക്കേണ്ട അളവ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 500 മില്ലിഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. മുതിർന്നവർക്കാണെങ്കിൽ പനിക്കൂർക്കയുടെ നീര് ഒരു ദിവസം 1 ടീസ്പൂൺ വീതം 2 നേരമായി ഉപയോഗിക്കാം. എന്നാൽ 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1/2 ടീസ്പൂൺ വീതം ഉപയോഗിക്കാം. 2 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് 1/4 ടീസ്പൂൺ കൊടുക്കാം. എന്നാൽ 2 വയസ്സിനു താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2-3 തുള്ളി വരെ പനിക്കൂർക്കയുടെ ഇല വാട്ടി പിഴിഞ്ഞു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.